കേരള PSC നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പനോരമയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം നമ്മൾ +2 ഹയർ സെക്കൻഡറി പഠിച്ചു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ കൂടുതലും ആൾക്കാർ ഹയർ സെക്കൻഡറി പഠിച്ചവരായിരിക്കും, പക്ഷേ ഞാനൊക്കെ പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ 3 വർഷം ഡിഗ്രിക്ക് പഠിച്ചു. ചില ആൾക്കാർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞ് 2 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു. അങ്ങനെ 17 വർഷം പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അത് കഴിഞ്ഞും പല പല കാര്യങ്ങളും പഠിച്ചവരുണ്ടാകാം, വേറെ കോഴ്സുകൾ ചെയ്തവരുണ്ടാകാം. എന്തായാലും സാധാരണഗതിയിൽ നമ്മൾ 17 വർഷം പഠിക്കാൻ വേണ്ടി ചിലവാക്കി. എന്തിനാണ് ഈ 17 വർഷം പഠിക്കാൻ വേണ്ടി ചിലവാക്കിയത്? നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണോ? വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയാണോ നമ്മൾ 17 വർഷം പഠിച്ചത്? ഒരിക്കലുമല്ല. കാരണം അറിവുണ്ടാക്കാൻ ഈ 17 വർഷം വിദ്യാലയങ്ങളിൽ പോയി പഠിക്കേണ്ട കാര്യമില്ല. ഈ 17 വർഷം ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി പഠിക്കേണ്ട കാര്യമില്ല. ഈ 17 വർഷം സർട്ടിഫിക്കറ്റുകൾ നേടാൻ വേണ്ടി പഠിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ 17 വർഷം നമ്മൾ പഠിച്ചത് ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി കമലാ ദാസ്, മാധവിക്കുട്ടി, അവർ നോബൽ പ്രൈസിൻ്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പല മലയാളികൾക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ്. നോബൽ പ്രൈസിൻ്റെ ഫൈനൽ റൗണ്ടിലെത്തിയ ഒരു മലയാളിയാണ് കമലാ ദാസ്. അവർ 9ാം ക്ലാസ് വരെ അവർക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. 9ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഔപചാരികമായ വിദ്യാഭ്യാസമില്ല. പക്ഷേ അവർ എഴുതുന്നത് ആംഗലേയ ഭാഷയിലാണ്. ലോകത്തിലെ പ്രമുഖ പല യൂണിവേഴ്സിറ്റികളിലും അവരുടെ പുസ്തകങ്ങൾ പാഠ്യവിഷയമാണ്. അവർക്ക് വിവരമുണ്ട്. ആ വിവരം സ്കൂളിൽ പോയി പഠിച്ച് 17 വർഷം പഠിച്ചിട്ടുണ്ടാക്കിയതല്ല. നമ്മുടെ പല പല രാഷ്ട്രീയക്കാരും, ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, അവരുടെ വിവരവും ബോധവും കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒരുപാട് പേരുണ്ട് അങ്ങനെ. അത് അവർ കോളേജിൽ പോയി പഠിച്ചല്ലേ, സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടാക്കിയതല്ല. പലരും അനന്തമായ വായനയിലൂടെ, നിരന്തരമായ വായനയിലൂടെ അവർ സമ്പാദിച്ചെടുത്ത. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ പാണ്ഡിത്യം നേടാനാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ലൈബ്രറി പോയിരുന്ന് നമ്മൾ കുറേ കാലം ആ ലൈബ്രറി ഉപയോഗിച്ചാൽ മതി, നമുക്ക് അറിവുണ്ടാകും. പക്ഷേ നമ്മൾ സ്കൂളിൽ പോയി, കോളേജിൽ പോയി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്ന് സർട്ടിഫിക്കറ്റുകൾ നേടാൻ വേണ്ടി നമ്മൾ പഠിച്ചത് ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണ്. ആ ജോലി നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മളെ ആത്മവഞ്ചകരെന്നല്ല വിളിക്കേണ്ടത്, നമ്മളെ ആത്മഘാതികളെന്ന് വിളിക്കേണ്ടി വരും. ആ ജോലി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, കാരണം 17 വർഷത്തെ നമ്മുടെ കഠിനാധ്വാനത്തെ, 17 വർഷത്തെ നമ്മുടെ പേരൻസിൻ്റെ കഠിനാധ്വാനത്തെ, 17 വർഷത്തെ നമ്മളുടെ പേരൻസിൻ്റെ പ്രാർത്ഥനകളെ, യാതനകളെ, കഷ്ടപ്പാടുകളെ, സ്വപ്നങ്ങളെ ഒക്കെ നമ്മൾ വില കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾക്കെല്ലാവർക്കും ജോലി കിട്ടാനുള്ള യോഗ്യതയുണ്ട്. ജോലി കിട്ടാനുള്ള യോഗ്യതയില്ലാത്ത ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നുള്ളതാണ്. ശ്രമിച്ചാൽ അത് കിട്ടിയിരിക്കും. ഡെഫിനറ്റായിട്ടും ഉറപ്പാണ്, അതിനുവേണ്ടി ശ്രമിച്ചാൽ ജോലി കിട്ടിയിരിക്കും. കേരള PSCയുടെ പരീക്ഷയ്ക്ക് വേണ്ടി അനവരതം പ്രയത്നിച്ച ഒരാളിനും കിട്ടാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ആ പ്രയത്നത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തകരാറുകൾ സംഭവിക്കുന്നതുകൊണ്ടാണ് ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജോലി കിട്ടുക തന്നെ ചെയ്യും. അത് എന്നും കിട്ടില്ല, ഇപ്പോഴേ കിട്ടുള്ളൂ. നൗ ഈസ് ദ ടൈം ഈസ് ടു സ്റ്റഡി. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ഗവൺമെൻറ് സർവീസ്, യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ഗവൺമെൻറ് സർവീസ് ടുഡേ, നോട്ട് ടുമോറോ. സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം ഇപ്പോഴാണ്. നാളെ എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല എന്നുള്ളതാണ്. നാളെ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ കേരള PSC നടത്താൻ പോകുന്ന കുറേ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ LSG, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള ഗസറ്റഡ് റാങ്കിലേക്കുള്ള പല ജോലികളുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ അടുത്ത പരീക്ഷ വരുമ്പോൾ, ഇനി ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ വരുമ്പോൾ, ഇന്ന് കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആൾ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നിലവിൽ കല്യാണം കഴിച്ച് കുട്ടികളൊന്നുമില്ലാത്ത ഒരാളിന് ഇനി ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ വരുമ്പോൾ ചിലപ്പോൾ ഒരു കുഞ്ഞും കൂടി ഉണ്ടാകും. നിലവിൽ ഒരു കുഞ്ഞുള്ള ഒരാളിന് വീണ്ടും ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കുഞ്ഞും കൂടി ഉണ്ടാകാം. അതുകൊണ്ട് ഓരോ നിമിഷം കഴിയുന്തോറും നമ്മൾ നമ്മളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വിലപ്പെട്ട സമയവും നമ്മളുടെ പഠിക്കാനുള്ള ഊർജവും താല്പര്യവും ഒക്കെ പഠിത്തത്തിൻ്റെ മേഖലയിൽ നിന്ന് മറ്റു പല മേഖലകളിലേക്കും വ്യാപനം ചെയ്യുകയാണ്. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ഗവൺമെൻറ് സർവീസ്, ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു, നൗ ഈസ് ദ ടൈം. ഇപ്പോൾ പഠിക്കണം. നാളെ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പഠിത്തം മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ
കേരള PSC നടന്ന പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തുടങ്ങുക. ഇനിയുള്ള സമയം കൊണ്ട് പോലും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഇനിയും കേരള PSCയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ നിങ്ങൾക്ക് മിനിമം 5 മാസം കിട്ടും. ആ സമയം മതി ആ പരീക്ഷ ജയിക്കാൻ. കാരണം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ, ലോകത്തിലെ ഏറ്റവും വലിയ സിലബസ് ഹൃദയസ്ഥമാക്കേണ്ട പരീക്ഷയായിട്ടുള്ള ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രശസ്തമായ വിജയം നേടിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഈ പരീക്ഷ ജയിക്കാൻ എത്ര സമയം പരമാവധി വേണമെന്ന് ചോദിച്ചാൽ ഒരാളും പറയില്ല 1 വർഷത്തിൽ കൂടുതൽ വേണമെന്ന്. 1 year ഈസ് മോർ ദാൻ ഇനഫ് എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അത്രയും വലിയൊരു പരീക്ഷയ്ക്ക് 1 വർഷം മതി എന്നിരിക്കെ കേരള PSC നടന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായിട്ടാണെങ്കിൽ, കൃത്യമായിട്ടുള്ള പഠന മെറ്റീരിയൽ കൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, പഠിക്കാനുള്ള നിങ്ങളുടെ പുസ്തകങ്ങൾ, നിങ്ങളുടെ കൈവശമുള്ള സ്റ്റഡി മെറ്റീരിയൽ പ്രോപ്പർ ആണെങ്കിൽ, യാതൊരു സംശയം വേണ്ട, 5 മാസം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഈ പരീക്ഷ ജയിക്കാൻ നിങ്ങൾക്ക് മതിയാകും. ഒരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഒറ്റ സമയം പോലും കളയാതെ, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ബാക്കി സമയം എങ്ങനെയൊക്കെയോ നമുക്ക് എവിടേക്കോ നഷ്ടപ്പെടുകയാണ്. അത് എവിടേക്കാണ് നഷ്ടപ്പെടുന്നത് എന്ന് നോക്കി മിനിമം ഒരു ദിവസം ഒരു 5-6 മണിക്കൂറെങ്കിലും കേരള PSC നടത്തുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ പഠനം ശരിയായ രീതിയിലാണെങ്കിൽ, കൃത്യമായ സ്ട്രാറ്റജിയിലാണെങ്കിൽ, കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ക്ലിയർ ആൾ ദീസ് എക്സാമിനേഷൻസ് ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇനി വരാൻ പോകുന്ന അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. എൻ്റെ ഈ വാക്കുകൾ ലക്ഷ്യോന്മുഖമായ നിങ്ങളുടെ പ്രയാണത്തെ ത്വരിതപ്പെടുത്താൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി കേരള PSC നടത്താൻ പോകുന്ന, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ വിജയമുണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.